Today we are discussing about spillways. ഈ spillways എന്ന് പറയുന്നത് നമുക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള സ്ട്രക്ചർ ആണ്. ഇതേപോലെ സ്പിൽവേയുടെ ഗേറ്റ് ഓപ്പൺ ചെയ്യുന്നതും അതിലൂടെ വാട്ടർ താഴേക്ക് ഡിസ്ചാർജ് ചെയ്യുന്നതും ഒക്കെ പല പ്രാവശ്യം ഫ്ലഡിന്റെ ടൈമിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഓക്കെ, സോ എന്താണ് ഒരു സ്പിൽവേ എന്നുള്ള കാര്യം ഓൾറെഡി നമ്മൾ അവിടെ ഇവിടെയൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഈസ് സ്പിൽവേ ഇസ് ദ ഓവർഫ്ലോ പോർഷൻ ഓഫ് എ ഡാം. നമ്മളൊരു ഡാം ബിൽഡ് ചെയ്യുന്ന സമയത്ത് ആ എൻ്റയർ ഡാമിന് മുകളിൽ കൂടി വാട്ടർ ഓവർഫ്ലോ ചെയ്യുന്ന രീതിയിൽ ഒരിക്കലും ഡിസൈൻ ചെയ്യാറില്ല. വാട്ടർ ഇത്തരത്തിൽ ഡിസ്ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്പെസിഫിക് ആയിട്ടുള്ള പോർഷൻ കൊടുക്കും. അതിനാണ് സ്പിൽവേ എന്ന് പറയുന്നത്. സോ സ്പിൽവേ എന്താണ് ചെയ്യുന്നത്? ഇറ്റ് ഡിസ്ചാർജസ് ദ excess water or the surplus water from upstream to downstream in a safe manner. ഏറ്റവും സേഫ് ആയിട്ട് ഡൗൺ സ്ട്രീമിലേക്ക് വാട്ടറിനെ ഡിസ്ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്പിൽവേസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ചിലപ്പോഴൊക്കെ ദ സ്പിൽവേ ഈസ് ദ സേഫ്റ്റി വാൾ ഓഫ് ദി ഡാം എന്ന് പറയാറുണ്ട്. എന്നിട്ടായിരിക്കും അങ്ങനെ പറയാം. ഒരു എൻറ്റയർ ഡാമിനെ വാട്ടർ ഓവർടോപ്പ് ചെയ്താൽ അവിടെ ഉണ്ടാകുന്ന പ്രശ്നം നമുക്കൊന്ന് കണ്ടുനോക്കാം. ഓക്കെ, അപ്പോൾ ഇതിൽ കാണിച്ചിരിക്കുന്ന പോലെ ഒരു ഡാമിന് മുകളിലൂടെ വാട്ടർ ഫ്ലോ ചെയ്യുകയാണെങ്കിൽ അത് അതിന്റെ ഡൗൺ സ്ട്രീം ബെഡിന് ഡാമേജ് ഉണ്ടാക്കും. ആൻഡ് ഒബ്വിയസ്ലി അതിന്റെ തൊട്ടടുത്തുള്ള സ്ട്രക്ചറിന് പിന്നീട് ഡാമേജസ് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഒരിക്കലും ഇത്തരത്തിലുള്ള ഒരു ഓവർഫ്ലോയിങ് അലോബിൾ അല്ല. സോ വാട്ടർ ഫ്ലോ ചെയ്യാൻ വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഒരു സെക്ഷൻ നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. ദാറ്റ് ഈസ് ദ സ്പിൽവേ. സോ ഇങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ എന്തായാലും അവിടെ ഫെയിലിയർ ഉണ്ടാവും. സോ അതേപോലെ ഡിഫറെന്റ് ഫെയിലിയേഴ്സ് ഉണ്ടായിട്ടുണ്ട്. സോ എസ്പെഷ്യലി എർത്തൻ ഡാംസിനാണ് ഇത് കുറച്ചുകൂടി സിവിയർ ആയിട്ട് ഉണ്ടാവുക. ഇൻഎഡിക്വേറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇംപ്രോപ്പർലി ഡിസൈൻ ചെയ്ത് സ്പിൽവേ കൊടുത്തിട്ട് ഡാമിന്റെ ഫെയിലിയർ ഉണ്ടായ ഡിഫറെന്റ് കേസസ് ഉണ്ട്. ഇപ്പോൾ എർത്തൻ ഡാംസിന് എന്തുകൊണ്ടായിരിക്കും ഇത് സിവിയർ ആയിട്ട് പ്രോബ്ലംസ് ഉണ്ടാക്കുന്നത്? നമുക്കറിയാം, എർത്ത് ഡാം എന്ന് പറഞ്ഞ ഒരു നോൺ റിജിഡ് ഡാം ആണ്. കാരണം അത് ഉണ്ടാക്കിയിരിക്കുന്നത് നോൺ റിജിഡ് മെറ്റീരിയലായ സോയിൽ കൊണ്ടാണ്. സോ ഇതിന് മുകളിലൂടെ വാട്ടർ ഓവർടോപ്പ് ചെയ്യുകയാണെങ്കിൽ ആ സോയിൽ ആ മെറ്റീരിയലും കൂടി ഇറോഡ് ചെയ്ത് പോകും. ആൻഡ് അങ്ങനെ ആ എൻ്റയർ ഡാം തന്നെ ഫെയിൽ ആവും. ഓക്കെ, സോ സ്പിൽവേ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയ സ്ട്രക്ചർ ആണ്. ആൻഡ് ഇറ്റ് ഷുഡ് ഹാവ് അഡിക്വേറ്റ് കപ്പാസിറ്റി ടു ഡിസ്ചാർജ് മേജർ ഫ്ലഡ്സ് വിതൗട്ട് കോസിംഗ് ഡാമേജസ് ടു സ്ട്രക്ചർ. അഡിക്വേറ്റ് കപ്പാസിറ്റി ഉള്ള സ്പിൽവേ ഒരു സേഫ് ആയ ഡാമിന് വളരെ ആവശ്യമാണ്. കമ്മിങ് ടു ദ ലൊക്കേഷൻ, സ്പിൽവേയുടെ ലൊക്കേഷൻ സാധാരണയായിട്ട് നമ്മൾ കാണുന്നത് ഡാമിന്റെ ബോഡിയിൽ തന്നെ ഏതൊക്കെ ഒരു ഭാഗത്ത് പ്രൊവൈഡ് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ ഡാമിന്റെ ഒരു എൻഡിൽ പ്രൊവൈഡ് ചെയ്യാറുണ്ട്, ഓർ എൻറ്റയർലി അവേ ഫ്രം ദ ഡാം ഒരു സെപ്പറേറ്റ് സ്ട്രക്ചർ ആയിട്ടും സ്പിൽവേസ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇടുക്കി ആർച്ച് ഡാം നോക്കുകയാണെങ്കിൽ ആർച്ച് ഡാമിൽ എവിടെയും നമുക്ക് സ്പിൽവേസ് കാണാൻ പറ്റില്ല. ബട്ട് അതിന് അഡ്ജസന്റ് ആയിട്ട് തന്നെയുള്ള മറ്റൊരു ഡാമിലാണ് ആ സ്പിൽവേസ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് ഇസ് ദ ടൈപ്സ് ഓഫ് സ്പിൽവേസ്. ഇപ്പോൾ ടൈപ്സ് എന്ന് പറയുമ്പോൾ ഡിഫറെന്റ് ക്രൈറ്റീരിയനെ ബേസ് ചെയ്ത് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ ഈസ് ബേസ്ഡ് ഓൺ യൂട്ടിലിറ്റി. രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്, മെയിൻ സ്പിൽവേ ആൻഡ് സബ്സിഡറി സ്പിൽവേ ഓർ എമർജൻസി സ്പിൽവേ. മെയിൻ സ്പിൽവേ എന്ന് പറയുന്നത് നമ്മുടെ നോർമൽ കണ്ടീഷനിൽ വർക്ക് ചെയ്യുന്ന സ്പിൽവേ ആണ് ഈ മെയിൻ സ്പിൽവേ എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ഈ നോർമൽ കണ്ടീഷൻ? ഒരു ഡാം ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം എന്താ നോക്കേണ്ടത്? അവരുടെ ഹൈഡ്രോളജിക് ഡാറ്റ നോക്കണം. ആ ഒരു ഡാമിലേക്ക്, ആ റിസർവോയറിലേക്ക് വരാൻ സാധ്യതയുള്ള എമൗണ്ട് ഓഫ് വാട്ടർ എടുത്തിട്ട് അതിനനുസരിച്ചാണ് ഡിസൈൻ ചെയ്യുക. സോ അതിന് വേണ്ടിയിട്ട് അവിടുത്തെ ഒരുപാട് കാലത്തെ ഡാറ്റ അനലൈസ് ചെയ്തിട്ട് അതിനൊരു ഡിസൈൻ ഫ്ലഡ് ഉണ്ടാകും. ഓക്കെ, ആ ഡിസൈൻ ഫ്ലഡിന് കണക്കായിട്ടാണ് ആ ഡാം ഡിസൈൻ ചെയ്യുക. സോ അത്രയും വരെയുള്ള വെള്ളം വന്നു കഴിഞ്ഞാൽ ഡാം സേഫ് ആയിട്ട് വർക്ക് ചെയ്യും. സോ ആ വാട്ടർ ഈസി ആയിട്ട് ഈ മെയിൻ സ്പിൽവേ വഴി ഡിസ്ചാർജ് ആവും. ഇനി ഈ ഒരു ഡിസൈൻ ഫ്ലഡിനെക്കാളും കൂടുതൽ വെള്ളം വരുന്ന കേസിലാണ് നമ്മൾ വേറൊരു ഓപ്ഷൻ നോക്കേണ്ടത്. നെക്സ്റ്റ് വൺ ഈ സബ്സിഡറി സ്പിൽവേ ഓർ എമർജൻസി സ്പിൽവേ. ഇതൊരു അഡീഷണൽ സേഫ്റ്റി ഫീച്ചർ ആണ് ഡാമിന്റെ. സോ എപ്പോഴാണ് ഇത് യൂസ് ചെയ്യുക? നമ്മൾ തൊട്ട് മുൻപ് പറഞ്ഞ പോലെ ഡിസൈൻ ഫ്ലഡ് എടുത്തിട്ടാണ് ഡാം ഡിസൈൻ ചെയ്തിട്ടുണ്ടാവുക. അപ്പൊ അതിന് കൂടുതൽ ഫ്ലഡ് വരുന്ന ഒരു സിറ്റുവേഷൻ, ഓർ ഈ മെയിൻ സ്പിൽവേ വർക്ക് ചെയ്യാത്തൊരു കണ്ടീഷൻ, മീൻസ് അവിടെ എന്തെങ്കിലും മെയിൻ്റെനൻസോ റിപ്പയർ ഒക്കെ വരുന്ന ടൈമിലൊക്കെ ഒരു എക്സ്ട്രാ ഓപ്ഷൻ വേണം വെള്ളം ഡിസ്ചാർജ് ചെയ്യാൻ. അതർവൈസ് ദ എൻ്റയർ സ്ട്രക്ചർ വിൽ ബി ഇൻ പ്രോബ്ലം. സോ അപ്പോഴാണ് ഈ എമർജൻസി സ്പിൽവേ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ഇനി മെയിൻ ആയിട്ട് എർത്ത് ആൻഡ് റോക്ക്ഫിൽ ഡാംസിനാണ് ഇത്തരത്തിലൊരു എമർജൻസി സ്പിൽവേയുടെ ആവശ്യമുള്ളത്. ബിക്കോസ് അതിന്റെ മുകളിലൂടെ വാട്ടർ ഓവർടോപ്പ് ചെയ്താലാണ് ഏറ്റവും വേഴ്സ്റ്റ് ആയിട്ടുള്ള എഫക്ട് ഉണ്ടാവുന്നത്. ബാക്കിയുള്ള റിജിഡ് ഡാംസിന്റെ മുകളിലൂടെ വാട്ടർ ഫ്ലോ ചെയ്താലും അവിടെ മെറ്റീരിയൽസ് ഇറോഡ് ആവില്ല. ഇത്തരം എർത്ത് ഡാം ആൻഡ് റോക്ക്ഫിൽ ഡാമിലൊക്കെയാണ് മെറ്റീരിയൽ അടക്കം ഇറോഡ് ചെയ്ത് പോയിട്ട് അവിടെ പ്രോബ്ലംസ് ഉണ്ടാവുന്നത്. ഓക്കെ, നമുക്ക് ഇതിന്റെ ഫിഗർ ഒന്ന് നോക്കാം. സി, ഇതാണ് എർത്ത് ഡാം. എർത്ത് ഡാമിന്റെ ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്ന ലൈൻസ് ഒക്കെ കോണ്ടൂർ ആണ്. ഇവിടെ എർത്ത് ഡാം സിറ്റുവേറ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെയാണ് അതിന്റെ മെയിൻ സ്പിൽവേ വരുന്നത്. ആൻഡ് ഇവിടെ നിന്ന് മാറിയിട്ട് ഇവിടെ ഒരു എമർജൻസി സ്പിൽവേ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നോർമൽ കണ്ടീഷൻ ആണെങ്കിൽ ഈ ഒരു മെയിൻ സ്പിൽവേ വഴി തന്നെ വാട്ടർ ഡിസ്ചാർജ് ആവും. ആൻഡ് ഒരു വളരെ വലിയൊരു ഫ്ലഡ് അവിടെ ഒക്കർ ചെയ്യാണ്. സോ അപ്പോൾ ഒബ്വിയസ്ലി വാട്ടർ ഈ എമർജൻസി സ്പിൽവേയിൽ കൂടി ഡിസ്ചാർജ് ആവേണ്ടി വരും. അപ്പൊ അങ്ങനെ ആവുന്ന സമയത്ത് ഈ എമർജൻസി സ്പിൽവേ ഉണ്ടാക്കിയിട്ടുള്ളത് എർത്തിനെ കൊണ്ട് തന്നെയാണ്. അതായത് എർത്ത് എംപാക്ട്മെന്റ് ആണ്, സോയിലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. സോ വളരെ വലിയൊരു ഫ്ലഡ് വരികയാണ്. അത് എമർജൻസി സ്പിൽവേക്ക് പോലും ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ
ഇവിടുത്തെ എമർജൻസി സ്പിൽവേനെ ഓവർടോപ്പ് ചെയ്യാവുന്ന രീതിയിലാണ് ഇത് ഉണ്ടാക്കുക. ഓക്കെ, ഓവർടോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഒബ്വിയസ്ലി ഈ എമർജൻസി സ്പിൽവേ ഫെയിലിയർ ആവും ആൻഡ് ആ എൻറ്റയർ വാട്ടറിന് പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടുതൽ ഏരിയ ഇവിടെ കിട്ടും. സോ ദാറ്റ് നമുക്ക് ഈ രണ്ട് സ്ട്രക്ചറിനെ പ്രൊട്ടക്ട് ചെയ്യാം. ഈ എമർജൻസി സ്പിൽവേ വീണ്ടും ആ ഫ്ലഡിന് ശേഷം റീകൺസ്ട്രക്ട് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ഈസ് ബേസ്ഡ് ഓൺ വെദർ ദ സ്പിൽവേസ് ആർ ഗേറ്റഡ് ഓർ അൺഗേറ്റഡ്. ഈ ഒരു കണ്ടീഷനെ ബേസ് ചെയ്തിട്ട് കൺട്രോൾഡ് സ്പിൽവേസിനും അൺകൺട്രോൾഡ് സ്പിൽവേസിനുമാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. കൺട്രോൾഡ് സ്പിൽവേ എന്ന് പറയുമ്പോൾ ദർ ആർ ഗേറ്റ്സ്, അവിടെ ഗേറ്റ്സ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടാവും ടു കൺട്രോൾ ദ ഫ്ലോ ഓഫ് വാട്ടർ. നമ്മൾ സാധാരണയായിട്ട് കാണുന്ന മിക്ക പുതിയ ഡാമിലും ഇത്തരത്തിലുള്ള കൺട്രോൾഡ് സ്പിൽവേസ് തന്നെയാണ് പ്രൊവൈഡ് ചെയ്യാറുള്ളത്. ദെൻ അൺകൺട്രോൾഡ് സ്പിൽവേ എന്ന് പറയുമ്പോൾ അതിൽ ഗേറ്റ്സ് ഉണ്ടാവില്ല. അപ്പൊ എങ്ങനെയൊക്കെ അത് വർക്ക് ചെയ്യുക? അതില് ആ ഒരു സ്പിൽവേയുടെ ക്രസ്റ്റ് ലെവൽ എന്ന് പറയുന്നത് നോർമൽ പൂൾ ലെവലിന് കണക്കായിട്ടൊക്കെ ഉണ്ടാവും. അപ്പൊ നോർമൽ പൂൾ ലെവലിൽ കൂടുതൽ വാട്ടർ വരികയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ആ വാട്ടർ ഡൗൺ സ്ട്രീമിലേക്ക് ഡിസ്ചാർജ് ആവും. ഓക്കെ, അപ്പൊ ഇവിടെ കൺട്രോൾ ഒന്നുമില്ല. അപ്പോൾ നോർമൽ പൂൾ ലെവലിന് മുകളിലേക്ക് എത്ര ഹെഡ് ഓഫ് വാട്ടർ ഉണ്ട് എന്നതിനെ ബേസ് ചെയ്തായിരിക്കും അതിലൂടെയുള്ള ഫ്ലോ ഉണ്ടാവും. ഓക്കെ, ദാറ്റ് ഈസ് controlled spillway and uncontrolled spillways. Next is depending upon the type of structure. Okay, first one is straight drop spillway, chute or trough spillway, side channel spillway, shaft spillway, siphon spillway and auger spillway. ഇതിൽ കൂടുതൽ ക്ലാസിഫിക്കേഷൻസ് ഒക്കെ സെർച്ച് ചെയ്യുകയാണെങ്കിൽ കാണാൻ പറ്റും. ദീസ് ആർ ദ മേജർ ക്ലാസിഫിക്കേഷൻ. ഓരോന്നും എന്താണെന്ന് മാത്രം നോക്കാം, ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിൽ പറയുന്നില്ല. അത് തിയറിയാണ്. യു ക്യാൻ റെഫർ ദ ടെക്സ്റ്റ് ബുക്ക് മെറ്റീരിയൽ. ഓക്കെ, സോ ഫസ്റ്റ് വൺ ഈസ് സ്ട്രേറ്റ് ഡ്രോപ്പ് സ്പിൽവേ. ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്ന പോലെ ഒരു വെർട്ടിക്കൽ ഡ്രോപ്പ് ആണ് ഇവിടെ ഉണ്ടാകുന്നത് വാട്ടറിന്റെ. അപ്പൊ ഇതിന് വേണ്ടിയിട്ട് ഒരു വിയർ പ്രൊവൈഡ് ചെയ്യും. ആ വിയറിന് മുകളിലൂടെ വാട്ടർ വെർട്ടിക്കലി ഡൗൺ സ്ട്രീമിലേക്ക് ഡ്രോപ്പ് ചെയ്യുന്ന രീതിയിലാണ് ഇത് ഉണ്ടാക്കുക. ഇതിന്റെ രണ്ട് മൂന്ന് കണ്ടീഷൻസ് ഇവിടെ ഉണ്ട്. ഫസ്റ്റ് വൺ ഈസ് നോക്കുക, ഒരു ജസ്റ്റ് ഒരു വിയർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതിന് മുകളിലൂടെ വാട്ടർ ഡൗൺ സ്ട്രീമിലേക്ക് ഡിസ്ചാർജ് ആവുന്നു. അങ്ങനെ ഡിസ്ചാർജ് ആകുമ്പോൾ ഒബ്വിയസ്ലി ഡൗൺ സ്ട്രീമിൽ ഫെയിലിയർ ഉണ്ടാവും ആൻഡ് ആ ഫെയിലിയർ ഈ സ്ട്രക്ചറിനെ എഫക്ട് ചെയ്യും. ഒബ്വിയസ്ലി കുറച്ച് കാലം കഴിയുമ്പോൾ ഈ സ്ട്രക്ചറും ഫെയിലിയർ ആവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഓക്കെ, ഇത് കംപ്ലീറ്റ്ലി അൺപ്രൊട്ടക്റ്റഡ് ആണ്. സോ ഈ സ്ട്രക്ചറിൽ നിന്ന് ഈ ഫോൾ ചെയ്യുന്ന വാട്ടറിനെ കുറച്ചും കൂടി ദൂരത്തേക്ക് ആക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോഴൊക്കെ അവിടെ ഒരു ഓവർ ഹാങ്ങിങ് ലിപ്പ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. സോ ദാറ്റ് വാട്ടർ വന്ന് വീഴുന്നത് ഈ സ്ട്രക്ചറിന് കുറച്ച് മാറിയിട്ടാവും. ബട്ട് ഇവിടെയും പ്രൊട്ടക്ഷൻ വർക്ക്സ് ഒന്നും വേറെ പ്രൊവൈഡ് ചെയ്തിട്ടില്ല, ആകെ ലിപ്പ് മാത്രമേ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളൂ. സോ വാട്ടർ വീഴുന്ന ആ ഒരു സ്ഥലം കുറച്ച് മാറിയിട്ടുണ്ട്. നെക്സ്റ്റ് വൺ ഈസ് ദ പ്രോപ്പർ ഡൗൺ സ്ട്രീം പ്രൊട്ടക്ഷൻ വർക്ക്സ് ഒക്കെ കൊടുത്തിട്ട് ഡിസൈൻ ചെയ്ത ഒരു സ്പിൽവേ ആണിത്. വീഴുന്ന വാട്ടർ ഇവിടെ ഒരു ഏപ്രൺ പ്രൊവൈഡ് ചെയ്തുകൊണ്ട് തന്നെ ഡൗൺ സ്ട്രീം ബെഡിനെ എഫക്ട് ചെയ്യില്ല. അതേപോലെ തന്നെ ഇവിടെ നമ്മൾ ചെറിയ രീതിയിൽ വാട്ടർ കുഷൻ പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മുടെ ഏപ്രണെയും പ്രൊട്ടക്ട് ചെയ്യും. ദാറ്റ് ഈസ് ദ സ്ട്രേറ്റ് ഡ്രോപ്പ് സ്പിൽവേ. നെക്സ്റ്റ് വൺ ഈ ഷൂട്ട് ഓർ ട്രഫ് ഓർ ഓപ്പൺ ചാനൽ സ്പിൽവേ. ഓക്കെ, ഈ മൂന്ന് പേരുകളുണ്ട് ഇതിന്. അപ്പൊ ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്ന പോലെ ഇതാണ് ഡാം വരിക. അപ്പൊ ഡാമിൽ നിന്നുള്ള വാട്ടറിനെ ഒരു വളരെ ലോങ് ആയിട്ടുള്ള ഇൻക്ലൈൻഡ് ആയിട്ടുള്ള ഒരു ഓപ്പൺ ചാനലിലൂടെ ഡൗൺ സ്ട്രീമിലേക്ക് ഡിസ്ചാർജ് ചെയ്യും. ദാറ്റ് ഈസ് ദ ഷൂട്ട് സ്പിൽവേ ഓർ ട്രഫ് സ്പിൽവേ ഓർ ഓപ്പൺ ചാനൽ സ്പിൽവേ എന്ന് പറയാം. മറ്റൊരു ഫിഗർ ആണിത്. ഇത്തരത്തിൽ വളരെ ലെങ്തി ആയിട്ടുള്ള ഇൻക്ലൈൻഡ് സർഫസിലൂടെ ഇൻക്ലൈൻഡ് ഓപ്പൺ ചാനലിലൂടെ വാട്ടറിനെ ഡൗൺ സ്ട്രീമിലേക്ക് ഡിസ്ചാർജ് ചെയ്യാം. അപ്പൊ ഇതിന്റെ എനർജി ഡിസിപ്പേറ്റ് ചെയ്ത് കളയാൻ വേണ്ടിയിട്ട് ഇതിന്റെ താഴെ ഭാഗത്തൊക്കെ ബ്ലോക്സും മറ്റും പ്രൊവൈഡ് ചെയ്യാറുണ്ട്. നെക്സ്റ്റ് വൺ ഈ സൈഡ് ചാനൽ സ്പിൽവേ. ഈ ഫിഗർ നോക്കുക, ഇതാണ് ഡാം. അതിന്റെ അപ്സ്ട്രീം സൈഡിൽ ഇവിടെ നമുക്ക് റിസർവോയർ കാണാം. അപ്പൊ ഈ ഡാമിൽ എവിടെയും തന്നെ സ്പിൽവേ പ്രൊവൈഡ് ചെയ്തിട്ടില്ല. പക്ഷെ ഇതിന്റെ സൈഡിലായിട്ട് ഇവിടെ ഒരു ചാനൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സോ ഈ എക്സസ് വരുന്ന വാട്ടർ ഈ ചാനലിലേക്കാണ് സ്പിൽ ചെയ്യുക. ഇനി ആ ചാനലിലൂടെ അത് ഒഴുകി ഡൗൺ സ്ട്രീമിലേക്ക് പോകും. അതാണ് സൈഡ് ചാനൽ സ്പിൽവേ എന്ന് പറയുന്നത്. നല്ലൊരു എക്സാമ്പിൾ ഹൂവർ ഡാം ആണ്. ഹൂവർ ഡാം കേട്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു. വളരെ പ്രശസ്തമായ ഒരു ആർച്ച് ഡാം ആണ് ഹൂവർ ഡാം. ഇതാണ് ഈ ഹൂവർ ഡാം എന്ന് പറയുന്നത്, ആർച്ച് ഡാം ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഡൗൺ സ്ട്രീം ചാനൽ അതിന്റെ താഴത്തേക്കുള്ളത്. പക്ഷെ അവിടെയല്ല സ്പിൽവേ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഈ സൈഡിലായിട്ട് നോക്കുക, ഈ വാട്ടർ ഒരു ചാനലിലേക്ക് വന്ന് വീഴുന്നു ആൻഡ് ഇത് അവിടെ നിന്ന് ഇങ്ങനെ ഡിസ്ചാർജ് ആയി പോകുന്നതായിട്ടാണ് ഇതിന്റെ സ്പിൽവേ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് ഹൂവർ ഡാമിന്റെ. നെക്സ്റ്റ് വൺ ഈ ഷാഫ്റ്റ് സ്പിൽവേ. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സ്പിൽവേ ആണ് ഈ ഷാഫ്റ്റ് സ്പിൽവേ എന്ന് പറയുന്നത്. ഇതിന് മറ്റു പേരുകൾ ഡ്രോപ്പ് ഇൻലെറ്റ് സ്പിൽവേ ആൻഡ് മോർണിംഗ് ഗ്ലോറി സ്പിൽവേ. ഇതാണ് അതിന്റെ ഫിഗർ. ഈ മോർണിംഗ് ഗ്ലോറി എന്ന് പറഞ്ഞ ഒരു ഫ്ലവർ ആണ്. ആ ഫ്ലവർ പോലെ ഉള്ളത് കൊണ്ടാണ് ഈ പേര് ഇതിന് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് വാട്ടർ ഡിസ്ചാർജ് ചെയ്യുന്ന ഒരു ഫിഗർ ആണ്. അപ്പൊ അത്രയും വാട്ടർ ഇല്ലെങ്കിൽ, നോർമൽ പൂൾ ലെവലിന് താഴെയാണ് വാട്ടർ എങ്കിൽ നമുക്ക് ആ ടോപ്പ് ഭാഗം ഇങ്ങനെ കാണാൻ പറ്റും. അതിന്റെ ആക്ച്വൽ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. ഈ കാണുന്ന ഈ ടോപ്പ് ഭാഗം ഈ ഫണൽ ലൈക്ക് സ്ട്രക്ചർ ആണ് ഈ കാണുന്നത്. അതിന് താഴത്തേക്ക് ഒരു വെർട്ടിക്കൽ ഷാഫ്റ്റ് ആണ്. നോർമൽ പൂൾ ലെവലിൽ കൂടുതൽ വെള്ളം വരികയാണെങ്കിൽ അത് ഈ ഷാഫ്റ്റ് വഴി, പിന്നെ ഇവിടെ ഒരു ഹൊറിസോണ്ടൽ ടണൽ ഉണ്ട്, ആ ടണൽ വഴി ഡൗൺ സ്ട്രീമിലേക്ക് ഡിസ്ചാർജ് ആവും. ഇനി ടണലിൽ എന്തെങ്കിലും പ്രോബ്ലം വരികയാണെങ്കിൽ
ഡൈവേർട്ട് ചെയ്യാൻ വേറെ ഓപ്ഷൻസ് ഇവിടെ നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഈസ് ഷാർപ്പ് സ്പിൽവേ. നെക്സ്റ്റ് ഈ സൈഫൺ സ്പിൽവേ. സൈഫൺ സ്പിൽവേ എന്ന് പറഞ്ഞാൽ നമുക്ക് സൈഫൺസ് ഓൾറെഡി നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ഓക്കെ, അത്തരത്തിൽ സൈഫൺ പ്രൊവൈഡ് ചെയ്ത സൈഫണിനകത്തൂടെ വാട്ടർ ഡൗൺ സ്ട്രീമിലേക്ക് ഡിസ്ചാർജ് ചെയ്യാണ് ചെയ്യുക. ഇപ്പൊ ഡാമിന്റെ ബോഡിന്റെ അകത്ത് തന്നെയാണ് ഇത്തരം സൈഫൺ സ്പിൽവേസ് പ്രൊവൈഡ് ചെയ്യുക. ഇവിടെ ഫസ്റ്റ് വൺ ഹുഡ് ടൈപ്പ് സൈഫൺ സ്പിൽവേ നമുക്ക് നോക്കാം. അപ്പൊ ഇതിന്റെ മൗത്ത് അല്ലെങ്കിൽ ഇൻലെറ്റ് എന്ന് പറയുന്നത് എപ്പോഴും നോർമൽ പൂൾ ലെവലിന് താഴെയാണ് പ്രൊവൈഡ് ചെയ്യുക. അങ്ങനെ പ്രൊവൈഡ് ചെയ്യാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പൂളിൽ വരാവുന്ന ഡെബ്രിസും മറ്റു കാര്യങ്ങളൊന്നും ഇതിന്റെ അകത്തേക്ക് എൻ്റർ ചെയ്യില്ല. ഓക്കെ, സോ ഇതിലൂടെ വാട്ടർ എൻ്റർ ചെയ്തിട്ട് ഈ നോർമൽ പൂൾ ലെവലിൽ കൂടുതൽ വെള്ളം ഉണ്ടെങ്കിൽ മാത്രമേ ഡൗൺ സ്ട്രീമിലേക്ക് ഡിസ്ചാർജ് ആവുള്ളൂ. അങ്ങനെ ഡൗൺ സ്ട്രീമിലേക്ക് ഡിസ്ചാർജ് ചെയ്തിട്ട് ഡൗൺ സ്ട്രീം ടെയിൽ വാട്ടറിൽ ഒന്ന് ജോയിൻ ചെയ്യും. ദാറ്റ് ഈസ് ഹുഡ് ടൈപ്പ്. ഇവിടെ എയറും മറ്റു പോകാൻ വേണ്ടി എയർ വെന്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ടിൽറ്റഡ് ഔട്ട്ലെറ്റ് ടൈപ്പ്. ഇതും ഡാമിന്റെ ബോഡിന്റെ അകത്തൂടെ തന്നെയാണ് പ്രൊവൈഡ് ചെയ്യുക. ഓക്കെ, ഇവിടെയാണ് അതിന്റെ ഇൻലെറ്റ് വരിക. ആൻഡ് ഈ നോർമൽ പൂൾ ലെവൽ കൂടുതൽ വെള്ളം ഉണ്ടെങ്കിൽ മാത്രമേ ഡിസ്ചാർജ് ആവുള്ളൂ. ആൻഡ് ഇതിന്റെ ഈ പേര് വരാൻ കാരണം ഈ ഔട്ട്ലെറ്റ് കുറച്ച് ടിൽറ്റഡ് ആണ്, കുറച്ച് ഇങ്ങനെ ചേർന്നിട്ടാണുള്ളത്. സോ ഈ വാട്ടർ ഇങ്ങനെ വന്നിട്ട് ഈ രീതിയിൽ ഇങ്ങനെയാണ് എസ്കേപ്പ് ചെയ്യുക പുറത്തേക്ക്. ദാറ്റ് ഈസ് ടിൽറ്റഡ് ഔട്ട്ലെറ്റ് ടൈപ്പ്. ഇതിൽ വേറെ ഒരു സെപ്പറേറ്റ് ടൈപ്പും കൂടെ ഉണ്ട്, ദാറ്റ് ഈസ് വൊല്യൂട്ട് സൈഫൺ സ്പിൽവേ. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇതുവഴിയാണ് വാട്ടർ എൻ്റർ ചെയ്യുക ആൻഡ് ഇതുവഴി ഡിസ്ചാർജ് ആവും. പക്ഷെ ഈ ഒരു ഭാഗത്തായിട്ട് ഈ ഒരു ഫണൽ എന്ന് പറഞ്ഞ സ്ട്രക്ചർ ഉണ്ട്. ഫണൽ എന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള സ്ട്രക്ചർ ആണ്. അതിൽ ഡിഫറെന്റ് വൊല്യൂട്ട്സ് ഉണ്ടാവും. വൊല്യൂട്ട്സ് എന്ന് പറഞ്ഞാൽ ഈ എൻ്റർ ചെയ്യുന്ന ഫ്ലോ ഒരു സ്പൈറൽ ഷേപ്പിലാണ് എൻ്റർ ചെയ്യുക. ഓക്കെ, സ്പൈറലി എൻ്റർ ചെയ്തിട്ടാണ് ഇതിനകത്തേക്ക് പോവുക. ദാറ്റ് ഈസ് വൊല്യൂട്ട് സൈഫൺ സ്പിൽവേ. നെക്സ്റ്റ് വൺ ഇസ് ദ വെരി ഇമ്പോർട്ടന്റ് ഓഗി സ്പിൽവേ. ഇതിനെപ്പറ്റി നമുക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കാനുണ്ട്, അത് നെക്സ്റ്റ് വീഡിയോയിൽ നോക്കാം. സോ ഇവിടെ നമുക്ക് ഓഗി ഷേപ്പിലുള്ള സ്പിൽവേ ആണ് കാണാൻ പറ്റുക. ഓഗി ഷേപ്പ് എന്ന് പറഞ്ഞാൽ ഒരു എസ് ഷേപ്പിലുള്ള കേർവ് ആണ്. ഇവിടെ ഇങ്ങനെ ഒരു എസ് ഷേപ്പ് കാണാൻ പറ്റുന്നുണ്ട്. ആ ഒരു ഷേപ്പ് പ്രൊവൈഡ് ചെയ്യുന്നത് വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഒരു ഡിസ്ചാർജിങ്ങിന് വേണ്ടിയിട്ടാണ്. വാട്ടർ വളരെ സ്മൂത്ത് ആയിട്ട് ഡൗൺ സ്ട്രീമിലേക്ക് ഡിസ്ചാർജ് ആവാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഓഗി ഷേപ്പ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതിന്റെ ഒരു ഡയഗ്രാം ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇതിലൊരു കേർവ്ഡ് ആയിട്ടുള്ള ഒരു സെക്ഷൻ ആണ് അതിന് പ്രൊവൈഡ് ചെയ്യുക. ആൻഡ് അതർ ടൈപ്സ് ഓഫ് സ്പിൽവേസ് അത് നിങ്ങൾ സെർച്ച് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് ടൈപ്പ് ഓഫ് സ്പിൽവേസ് കാണാൻ പറ്റും. ഈ കാണിച്ചിരിക്കുന്നത് ഷാഫ്റ്റ് സ്പിൽവേയുടെ തന്നെ വേറൊരു ടൈപ്പാണ്. ഇത്തരത്തിൽ വാട്ടർ ഡിസ്ചാർജ് ആവുന്നത്. ഇത് കാണിച്ചിരിക്കുന്നത് ലേബ്രിൻസ് സ്പിൽവേ എന്ന് പറഞ്ഞ ടൈപ്പാണ്. ഓക്കെ, ഇത്തരത്തിൽ ഇങ്ങനെ പ്രൊജക്ടിങ് ലേബ്രിൻസ് പ്രൊവൈഡ് ചെയ്തിട്ടാണ് ഇതിലൂടെ വാട്ടർ ഡൗൺ സ്ട്രീമിലേക്ക് ഡിസ്ചാർജ് ആവുക. ആൻഡ് താങ്ക് യു. കൂടുതൽ ഡീറ്റെയിൽസിന് വേണ്ടിയിട്ട് ടെക്സ്റ്റ് ബുക്ക് മെറ്റീരിയൽ ഒന്ന് റെഫർ ചെയ്യുക.